ഹലോ ഗായ്സ്, അപ്പോൾ എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. സോ ഞാനിവിടെ പറയാൻ പോകുന്നത് SQL ഇഞ്ചക്ഷൻ്റെ ഒരു ലാബിനെ പറ്റിയിട്ടാണ്. സോ ഫസ്റ്റത്തെ ലാബ് എനിക്ക് എടുക്കാൻ പറ്റിയില്ല. എന്തുകൊണ്ടെന്ന് വെച്ചാൽ എൻ്റെ ബഡ് സ്യൂട്ട് കുറച്ച് സീനായി. സോ അത് റെഡിയാക്കിയിട്ടില്ല. സോ അത് നാളെ മോർണിംഗ് വേണം ഒന്ന് സെറ്റാക്കാൻ. സോ ഞാൻ കുറച്ചാലം ബഗ് ബൗണ്ടി ചെയ്യുന്ന ഒരു കുട്ടിയാണ്. സോ കുറച്ചാലം ഞാൻ കോഡിങ്ങിലേക്ക് ഫോക്കസ് ചെയ്തു. സോ എൻ്റെ ടച്ചൊക്കെ പോയിട്ടിരിക്കുന്ന ആ ഒരു സമയമാണ്. സോ അഗെയിൻ ഞാനൊന്ന് റീസ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ എന്തുകൊണ്ടാണ് ഞാനിങ്ങനെ ഒറ്റയ്ക്ക് പഠിക്കണേ? എന്നാലും ഞാൻ പഠിച്ച എനിക്ക് മനസ്സിലാവുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് കൂടെ ഷെയർ ആക്കാലോ. സോ നിങ്ങളെപ്പോലെ അറിയാത്ത എത്ര പേരുണ്ടായിരിക്കും എന്ന് എനിക്കറിയത്തില്ല. അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. സോ അങ്ങനെ അത്രയും ഞാൻ വിചാരിക്കുന്നുള്ളൂ. സോ നമുക്ക് ഇത് സെക്കൻഡ് ലാബാണ് കേട്ടോ. സോ സെക്കൻഡ് ലാബിലേക്ക് കിടക്കാം. അപ്പോൾ ഫസ്റ്റ് ലാബ് ബർപ്പില്ലാത്തതുകൊണ്ട് എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല. സോ സെക്കൻഡ് ലാബ് എന്താണെന്ന് നമുക്ക് നോക്കാം. പിന്നെ ഗായ്സ് എന്തെങ്കിലും നോയ്സ് കേൾക്കുന്നുണ്ടെങ്കിൽ ക്ഷമിക്കണം. എൻ്റെ ഡോഗ്സ്, എൻ്റെ 2 പഗ്സ് ഉണ്ട്. സോ എൻ്റെ ഡോഗ്സ് ഭയങ്കര കൂർക്കം വില. സോ എന്തെങ്കിലും നോയ്സ് കേൾക്കുന്നുണ്ടെങ്കിൽ ഐ എം റിയലി സോറി ഗായ്സ്. സോ ഞാൻ മാക്സിമം എൻ്റെ വോയിസ് കൂട്ടാൻ ഞാൻ ശ്രമിക്കാം. സോ ഓക്കെ, നമുക്ക് നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. എന്താണ് എസ്ക്യുഎൽ ഇഞ്ചക്ഷൻ? ഗായ്സ്, എസ്ക്യുഎൽ ഇഞ്ചക്ഷൻ എന്ന് പറഞ്ഞാൽ വലിയ പണിയൊന്നുമില്ല. എസ്ക്യുഎൽ ഇഞ്ചക്ഷൻ എന്ന് വെച്ചാൽ നമുക്കറിയാലോ, ക്ലയന്റും സെർവറും. സോ ക്ലയന്റ് എന്താണ്? ക്ലയന്റ് ആണ് നമുക്ക് റിക്വസ്റ്റ് അയക്കണേ. സെർവർ എന്താ? നമുക്ക് സെർവ് ചെയ്യുന്നു, നമുക്ക് വേണ്ട കാര്യങ്ങൾ നമുക്ക് സെർവ് ചെയ്യുന്നു. സോ ആ ഒരു സെർവർ എവിടെ നിന്നാണ് നമുക്ക് വേണ്ട കാര്യങ്ങൾ എവിടെ നിന്നാണ് എടുത്തിട്ട് വരുന്നത്? സോ ഡാറ്റാബേസിൽ നിന്ന്. സോ സെർവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു ലാംഗ്വേജ് ആണ് എന്ത് പറയുന്നത്? SQL എന്ന് പറയുന്നത്. SQL ഫുൾ നെയിം സ്ട്രക്ചേർഡ് ക്വറി ലാംഗ്വേജ്. ഓക്കെ, സോ ആ ഒരു ലാംഗ്വേജ്. സോ ആ ഒരു ലാംഗ്വേജ് വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഡാറ്റാബേസിൽ നിന്ന് ഡാറ്റ എടുക്കുന്നത്. സോ അങ്ങനെ എടുക്കുമ്പോൾ എന്താണ് ആ ഒരു നമ്മുടെ ഡാറ്റ, നമുക്ക് വേണ്ട ഡാറ്റ എടുക്കുകയാണ് ചെയ്യുന്നത്. സോ അങ്ങനെ എടുക്കുന്നതിനെ നമ്മൾ ഡാറ്റ, അതായത് ഇപ്പോൾ യൂസർ നെയിം ആയിക്കോട്ടെ, പാസ്വേഡ് ആയിക്കോട്ടെ, ആ ഒരു ഡാറ്റ നമുക്ക് എടുത്തിട്ട് വരികയാണ്. സോ അങ്ങനെ എടുത്തിട്ട് വരുന്നതിനെ നമ്മൾ എന്ത് പറയുന്നു? റിക്വസ്റ്റ് ചെയ്യാന്ന് പറയുന്നു. നമുക്ക് വേണ്ട റിക്വസ്റ്റ്. ഓക്കെ, സോ ആ ഒരു റിക്വസ്റ്റ് എന്ന് പറയുന്നു. പക്ഷേ ഇവിടെ നമ്മൾ എന്താ പറയുന്നത് വെച്ചാൽ കൊറി ചെയ്യാന്ന് കേട്ടിട്ടുണ്ട്. സോ നിങ്ങൾക്ക് ന്യൂ ടേം ആയിട്ട് തോന്നിയെന്ന് എനിക്കറിയില്ല, അറിയാത്തവർക്ക് തോന്നിയേക്കാം. സോ കൊറി ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ ഡാറ്റാബേസിൽ നിന്ന് നമ്മൾ റിക്വസ്റ്റ് ചെയ്യില്ലേ ഗായ്സ്, അതിനെ തന്നെയാണ് കൊറി എന്ന് പറയുന്നത്. ഇത് വലിയ കാര്യങ്ങളൊന്നുമില്ല. സോ എന്താണ്, അങ്ങനെ കൊറി ചെയ്യാണ്. സോ ആ ഒരു സെർവറിൽ നിന്ന് പോകുന്ന ആ ഒരു കൊറി അത് നമ്മൾ മാനിപ്പുലേറ്റ് ചെയ്യാണ് എന്ത് ചെയ്യുന്നത്. സോ അങ്ങനെ എന്ന് വെച്ചാൽ ഇപ്പോൾ നോർമലായിട്ട് പറയുകയാണെങ്കിൽ ഒരു എക്സാമ്പിൾ വെച്ച് ഞാൻ പറഞ്ഞുതരാം. നമ്മളിപ്പോൾ ഒരു കൊമേഴ്സ് സൈറ്റ് എടുക്കുകയാണ്. സോ കൊമേഴ്സ് സൈറ്റിൽ എന്താ, നമ്മൾ ഇപ്പോൾ ഒരു ഷൂ നമ്മൾ എടുക്കുകയാണ്. സോ ആ ഷൂ എവിടെയാണ് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത്? കൊമേഴ്സിൻ്റെ സെർവറിൽ. ഓക്കെ, ആ ഒരു ഡാറ്റാബേസിൽ. സോ ആ ഡാറ്റാബേസിൽ നിന്ന് എടുത്തിട്ടാണല്ലോ നമുക്ക് ഷൂ ആയിട്ട് ആ ഒരു ഇമേജ് ആയിട്ട് കാണപ്പെടുന്ന ആ ഒരു പ്രൈസ് ഒക്കെ എഴുതിയ ആ ഒരു സംഭവം നമുക്ക് കാണിച്ചു തരുന്നത് അങ്ങനെയാണല്ലോ, ഡാറ്റാബേസിൽ നിന്ന് എടുത്തിട്ട്. സോ അങ്ങനെ ഒരു റിക്വസ്റ്റ് നമുക്ക് പോകുന്നുണ്ട്. സോ അതെങ്ങനെയാണ് പോകുന്നത്? അതെങ്ങനെ പോകുന്നത്? നമ്മുടെ സെർവറിലേക്കാണ് പോകുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഇപ്പോൾ മെയിനായിട്ട് ഞാൻ ഇത് എന്തിനാ എടുത്തിട്ടെന്ന് വെച്ചാൽ നമ്മളെങ്ങനെ നമുക്ക് തോന്നുമായിരിക്കും SQL ഇഞ്ചക്ഷൻ എവിടെയാണ് ടെസ്റ്റ് ചെയ്യുക. ഇപ്പോൾ ബഗ് ബൗണ്ടി ചെയ്യുന്നവർക്കാണെങ്കിലും വെബ് പെൻ ടെസ്റ്റിംഗ് ചെയ്യുന്നവർക്കാണെങ്കിലും എവിടെയാണ് നമ്മൾ ഇപ്പോൾ SQL ഇഞ്ചക്ഷൻ എവിടെയാണ് ടെസ്റ്റ് ചെയ്യാന്ന് നമ്മളിങ്ങനെ ആലോചിക്കുന്നുണ്ടാവും. സോ എങ്ങനെയാണ് അപ്പോൾ നമ്മൾ എവിടെയൊക്കെ ടെസ്റ്റ് ചെയ്യണമെന്നാണ് ഞാൻ പറഞ്ഞു തരുന്നത്. നമ്മൾ ഡാറ്റാബേസിലേക്ക് എന്തൊക്കെ പോകുന്നോ, ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഷൂ ഡാറ്റാബേസിൽ പോയിട്ട് എടുത്തിട്ട് വരില്ലേ. സോ SQL ഇഞ്ചക്ഷൻ എങ്ങനെയാണ്? ആ ഒരു നമുക്ക് ഷൂ അല്ല ഗൈസ് വേണ്ടത്. ഓക്കെ, നമുക്ക് വേണ്ടത് സെൻസിറ്റീവ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ആണ്. ഇപ്പോൾ അഡ്മിൻ്റെ പാസ്വേഡ് അല്ലെങ്കിൽ അനദർ യൂസറിൻ്റെ ഏതെങ്കിലും യൂസർ നെയിം പാസ്വേഡ് ആ ഒരു അക്കൗണ്ട് എടുക്കുക. സോ അങ്ങനെയൊക്കെ ആയിരിക്കും നമ്മുടെ ഹാക്കേഴ്സിൻ്റെ മൈൻഡിൽ, അങ്ങനെയൊക്കെ ആയിരിക്കും. സോ എന്താ, സോ നമ്മൾ എടുക്കുകയാണ്, ഡാറ്റാബേസിൽ നിന്ന് ഷൂ എടുത്തിട്ട് വരികയാണ്. സോ ആ ഒരു ഷൂ എന്ന് പറയുന്ന ആ ഒരു റിക്വസ്റ്റ് ചിലപ്പോൾ എന്താ പറയുക, സെലക്ട് സ്റ്റാർ ഫ്രം പ്രൊഡക്ട്സ് അങ്ങനെയായിട്ടാണ് വരുന്നത്. പ്രൊഡക്ട്സ് ഈക്വൽ ടു ഷൂ, അങ്ങനെ ഇങ്ങനെയാണ് ഏകദേശം ഒരു ക്വറി പോകുന്നത്. ഓക്കെ, ആ ഒരു SQL ക്വറി ഇങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ അവിടെ ആ ഒരു ഷൂവിൻ്റെ അവിടെ നമ്മളൊരു ഒരു സിംഗിൾ കോട്ട് ഇട്ടിട്ട് നമ്മൾ വേറൊരു കൊറിയാണ് അവിടെ കൊടുക്കുന്നത്. മലേഷ്യസ് ആയിട്ടൊരു കൊറിയാണ് നമ്മളവിടെ കൊടുക്കുന്നത്. സോ ആ കൊറി കൊടുക്കുമ്പോൾ എങ്ങനെയാണ് ഇപ്പോൾ ഞാൻ കൊടുക്കുകയാണെങ്കിൽ ഒരു ഹാക്കർ മൈൻഡിലാണെങ്കിൽ ഞാൻ എന്താ കൊടുക്കുക, അവിടെ പോയിട്ട് യൂണിയൻ കൊടുക്കും, എന്നിട്ട് യൂസർ നെയിം പാസ്വേഡ്
എനിക്ക് വേണ്ട ഇൻഫോർമേഷൻ എന്താണോ സോ ഞാൻ ആ ഒരു കുറി അങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്യും. സോ അതിൻ്റെ എക്സാമ്പിളൊന്നും ഞാൻ എടുത്തിട്ടില്ല ഗായ്സ്, നമുക്ക് വീഡിയോ ഒരുപാട് ലെങ്ത് ആവും. സോ അതൊന്നും ഞാൻ എടുത്തിട്ടില്ല. സോ നമ്മൾ ഈ ലാബാണല്ലോ ഫോക്കസ് ചെയ്യാൻ പോണേ. സോ എന്താണ്, സോ ഇങ്ങനെയാണ്. അപ്പോൾ നമ്മളതിനെ മാനിപ്പുലേറ്റ് ചെയ്യാണ്. ഞാൻ ഒരുപാട് ലെങ്ത് ആവണമെന്ന് എനിക്കറിയില്ല. ഇതെൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ് ഗായ്സ്. നിങ്ങളിപ്പോൾ വീഡിയോ കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ, ഇപ്പോൾ നെഗറ്റീവ് ആണെങ്കിൽ നെഗറ്റീവ്, അല്ലെങ്കിൽ പോസിറ്റീവ് ആണെങ്കിൽ പോസിറ്റീവ്, എന്തായാലും ഓപ്പൺ ആയിട്ട് പറയാം. യാതൊരു പ്രശ്നമില്ല. കാരണം എനിക്കത് മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അത് തിരുത്തിയാൽ തീരാവുന്ന പ്രശ്നമല്ലേ, അത്രേ ഉള്ളൂ. സോ എനിക്ക് നല്ല പേടിയൊക്കെ ഉണ്ട്, കാരണം ഇത് ഫാസ്റ്റ് വ്ളോഗല്ലേ, നിങ്ങൾ എല്ലാവരും കാണുന്നതാണ്. സോ ഞാൻ കാരണം നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടുണ്ടാവാൻ പാടില്ലല്ലോ. സോ അത്രയും ഞാൻ വിചാരിക്കുന്നുള്ളൂ. സോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഓപ്പൺ ആയിട്ട് പറയാം. ഓപ്പൺ ആയിട്ട് പറയുമ്പോൾ ഞാൻ കൂടെ ആ ഒരു മിസ്റ്റേക്ക് തിരുത്താൻ ഞാൻ തീരുമാനിക്കും. പിന്നെ നമ്മൾ ഈ ലാബ്സിലേക്കാണ് ഗായ്സ് പോകുന്നത് കേട്ടോ. സോ SQL ഇൻജെക്ഷൻ വൾനറബിലിറ്റി അലോങ് എന്താ ലോഗിൻ ബൈപാസ്. ഞാൻ പറഞ്ഞു ഡാറ്റാബേസിലേക്ക് എന്ത് പോകുന്നു ആ ഒരു അവിടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, SQL ഇൻജെക്ഷൻ വൾനറബിലിറ്റി ട്രൈ ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞു. കാരണം ഡാറ്റാബേസിൽ എന്താണ് ശരിക്കും SQL ഇൻജെക്ഷൻ എന്ന് പറയുന്നത്? ഡാറ്റാബേസിലേക്ക് പോകുന്ന ക്വറീനെ നമ്മൾ മാനിപ്പുലേറ്റ് ചെയ്യുക, നോർമലായിട്ട് പോകുന്ന ക്വറീനെ നമ്മൾ മാനിപ്പുലേറ്റ് ചെയ്യുക, അതാണ് SQL ഇൻജെക്ഷൻ. എന്നിട്ട് എന്താണ് സെൻസിറ്റീവ് ആയിട്ടുള്ള ക്രെഡൻഷ്യലൊക്കെ എടുത്തിട്ട് വരാം. സോ അങ്ങനെ ചെയ്യുന്നതാണ് നമ്മുടെ SQL ഇൻജെക്ഷൻ അറ്റാക്ക് എന്ന് പറയുന്നത്. സോ ഇതിൽ വന്നിട്ട് എന്താ, ലോഗിൻ ബൈപ്പാസിലാണ്. ലോഗിൻ ഡാറ്റാബേസിൽ പോയിട്ടല്ലേ നമ്മുടെ യൂസർ നെയിമും പാസ്വേഡും എടുത്തിട്ട് വരണേ, അല്ലേ? സോ എന്താണ്, ഡാറ്റാബേസിന് യൂസർ നെയിമും പാസ്വേഡും എടുത്തിട്ട് വരുന്നത്. സോ നമ്മൾ അവിടെ ട്രൈ ചെയ്യണം, അത്രേ ഉള്ളൂ. സോ നമുക്ക് ലാബിലേക്ക് കിടക്കാൻ ഗായ്സ്, ഒരുപാട് നമ്മൾ സംസാരിച്ചു. സോ ഗായ്സ് ഇത് നോക്കി, ഇതൊരു ലോഗിൻ ഫോം ആണ്, അല്ലേ? സോ ലോഗിൻ ഫോമിൽ നമുക്ക് ഗായ്സ് ഇതിൽ മെയിൻ ആയിട്ടുള്ള കാര്യം ഞാൻ പറഞ്ഞ, നമുക്ക് യൂസർ നെയിം അറിയാം. നമുക്ക് കോമൺ ആയിട്ട് വരുന്നതാണ് എന്ത്, അഡ്മിൻ അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റർ. സോ ഈ ഒരു യൂസർ നെയിം നമുക്ക് നല്ലപോലെ അറിയാം. എല്ലാവരുടെയും ഇപ്പൊ നമ്മൾ ബഗ് ബൗണ്ട് ആരാണെങ്കിലും എന്താണ് അഡ്മിൻ, ഇത് നല്ലപോലെ അറിയുന്ന ആ ഒരു പേരാണ്. സോ അഡ്മിൻ, നമ്മളിപ്പോൾ ഇവിടെ നമുക്ക് യൂസർ നെയിം അറിയാം ഗൈസ്, എന്ത്, അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറയുന്നത്. സോ നമ്മൾ ഈ ലോഗിൻ എങ്ങനെയാണ് ബൈപ്പാസ് ചെയ്യുന്നത്, ഇത് SQL ഇൻജെക്ഷന് വൾനറബിൾ ആണ് കേട്ടോ. സോ വൾനറബിൾ ആണ് എന്ന് എങ്ങനെ ടെസ്റ്റ് എന്ന് വെച്ചാൽ, നമുക്കൊരു സിംഗിൾ കോട്ട് ഇട്ട് നോക്കാം. അഡ്മിനിസ്ട്രേറ്റർ നമുക്ക് ഫസ്റ്റ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ട്രൈ ചെയ്യാം കേട്ടോ. ഞാൻ എങ്ങനെ ട്രൈ ചെയ്യുന്നത് നമുക്ക് നോക്കാം. ജസ്റ്റ് നമുക്ക് സിംഗിൾ കോട്ട് ഇട്ട് നോക്കാം, അഡ്മിനിസ്ട്രേറ്റർ. ജസ്റ്റ് നമുക്ക് നോക്കാം എന്തെങ്കിലും എറർ അടിക്കണോ നമുക്ക് നോക്കാം. പാസ്വേഡ് നമുക്ക് റാൻഡായിട്ട് കൊടുക്കാം, എന്തെങ്കിലും കൊടുക്കാം. എന്തെങ്കിലും എറർ വരുന്നത് നമുക്ക് നോക്കാം ഗൈസ്. ഇന്റേണൽ ഗൈസ് നോക്കൂ ഗൈസ് ഇവിടെ നോക്കൂ, ഇന്റേണൽ സെർവർ എറർ. എന്താണ് ഇന്റേണൽ സെർവർ എറർ എന്ന് വെച്ചാൽ, സെർവറിന്റെ ഭാഗത്തൊരു എറർ ഉണ്ട് എന്നാണ് ഇതിന്റെ മീനിങ്. മനസ്സിലായോ? സോ ഇതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും, നിങ്ങൾ എവിടെയെങ്കിലും ഒരു സിംഗിൾ കോട്ടിട്ട് നോക്കിയിട്ട് ഇന്റേണൽ സെർവർ എറർ എന്ന് വരികയാണെങ്കിൽ അവിടെ SQL ഇൻജെക്ഷൻ വൾനറബിലിറ്റി പോസിബിലിറ്റി ഉണ്ട് എന്നാണ്. കാരണം ഇത് എന്താ കാണിക്കുന്നത്, ഈ എറർ എന്താണ് കാണിക്കുന്നത്, സെർവർ നമ്മൾ എന്തെങ്കിലും തെറ്റിക്കൊടുക്കുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മൾ എന്താ പറയാ, ഇപ്പോൾ നമ്മളൊരു കൊറി കൊടുക്കണം, നമ്മൾ മലേഷ്യസ് ആയിട്ടുള്ള ഒരു കൊറി കൊടുക്കുകയാണ്. സോ സെർവറിന് അത് അറിയില്ല. സോ സെർവറിന് അറിയാത്തത് കൊണ്ട് എന്ത് ചെയ്യും, സെർവർ അത് എററാക്കി തരും. കാരണം ഇതെനിക്ക് അറിയില്ല അങ്ങനെ ഒരു മീനിങ്ങിലേക്ക്, എന്ന് വെച്ചാൽ ഇത് തെറ്റായിട്ടാണ് കാണിക്കുക. അപ്പൊ നമ്മൾ എന്ത് വിചാരിക്കും, ഇത് അപ്പൊ ഇത് ഇവിടെ SQL ഇൻജെക്ഷൻ വൾനറബിലിറ്റി പോസിബിലിറ്റി ഉണ്ട് എന്ന് പറഞ്ഞിട്ട് എന്താ, സോ അവിടെ നമ്മൾ SQL ഇൻജെക്ഷൻ ട്രൈ ആക്കും, അത്രേ ഉള്ളൂ. സോ ഇവിടെ എറർ വന്നില്ലേ ഗായ്സ്, അപ്പൊ നമുക്ക് SQL ഇൻജെക്ഷൻ വൾനറബിലിറ്റി സാധ്യതയുണ്ട്. ഒരുപാട് ലാഗ് അടിക്കുന്നത് എനിക്കറിയാം, അപ്പൊ നോക്കാം. സോ അപ്പൊ നമുക്ക് മനസ്സിലായല്ലോ ഇന്റേണൽ സെർവർ എറർ വന്നു. സോ അതെന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി, ഒരു സെർവർ സൈഡിലായിട്ടുള്ള ഒരു എററാണെന്ന് മനസ്സിലാക്കി. ദെൻ എങ്ങനെയാണ് നമ്മൾ ലോഗിൻ ബൈപ്പാസ് ചെയ്യുക എന്നാണ്, SQL ഇൻജെക്ഷൻ വൾനറബിലിറ്റി യൂസ് ചെയ്ത് എങ്ങനെയാണ് ലോഗിൻ ബൈപ്പാസ് ചെയ്യുക എന്നാണ് നമ്മൾ പഠിക്കുന്നത്. ഗായ്സ് എൻ്റെ ഡോഗ്സ് ഭയങ്കര ഉറക്കത്തിലാണ്, സോ കൂർക്കം വലിയൊക്കെ കേൾക്കുന്നുണ്ട്. ഐ എം റിയലി സോറി ഗായ്സ്. ഓക്കെ, അഡ്മിനിസ്ട്രേറ്റർ, സോറി ഗായ്സ്, അഡ്മിനിസ്ട്രേറ്റർ. ഓക്കെ, സോ നമ്മൾ യൂസർ നെയിം ഓൾറെഡി നമുക്കറിയാം. ഓക്കെ, ഒരു സിംഗിൾ കോട്ട് ഇട്ടു. ഓക്കെ, എന്ന് വെച്ചാൽ ഗായ്സ് ഒരു കാര്യം പറയാം, നമ്മൾ കോഡിങ്ങില് എന്ത് ഡാറ്റ നമ്മൾ പാസ് ചെയ്യുകയാണെങ്കിലും ഇതിലേക്ക് സ്ട്രിങ്, ഈ ആൽഫാബറ്റിക്, ഓക്കെ,
അപ്പോൾ ആൽഫാബറ്റ്. സോ ആൽഫാബറ്റിന്റെ ഗ്രൂപ്പ്സ്, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സ്ട്രിങ് എന്ന് പറയുന്നത്. സോ ഇതൊരു സ്ട്രിങ് ആണ്. ഓക്കെ, ഇതൊരു സ്ട്രിങ്ങും ഈ 1 2 3 ആണെങ്കിൽ എന്ത് പറയും, അതേ നമ്പേഴ്സ് ഇൻഡിജേഴ്സ് എന്ന് പറയും. പിന്നെ ഫ്ലോട്ട് 6.2 ആണെങ്കിൽ അതിന് ഫ്ലോട്ട് പറയും. സോ ഇതൊക്കെ കോഡിംഗ് നോളജ് അറിയുന്നവർക്ക് അറിയാം, അല്ലാത്തവർക്ക് ഞാൻ പറഞ്ഞുതരാം. സോ ഇത് സ്ട്രിങ് ആയിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. ഓക്കെ, സോ ഒരു സ്ട്രിങ് എന്ന് വെച്ചാൽ നമ്മൾ ഗ്രൂപ്പ് ഓഫ് ക്യാരക്ടർ, ഓക്കെ, ഗ്രൂപ്പ് ഓഫ് ക്യാരക്ടറിനെയാണ് ഒരു എന്താ പറയുന്നത്, സ്ട്രിങ് എന്ന് പറയുന്നത്. സോ അപ്പോൾ SQL query ഓൾറെഡി അതൊരു ലാംഗ്വേജ് ആണല്ലേ. സോ ഒരു ലാംഗ്വേജിൽ ഓൾറെഡി ഈ അഡ്മിനിസ്ട്രേറ്റർ നമ്മൾ കൊടുക്കുമ്പോൾ ഈ സിംഗിൾ കോട്ട് ഇടാതെ നമ്മൾ കൊടുക്കുമ്പോൾ നോർമൽ ആയിട്ട് എങ്ങനെയാണ് പോകുന്നത്, ഇതുപോലെയാണ് പോകുന്നത്. സോ ഇതുപോലെ പോകുന്ന മര്യാദയ്ക്ക് പോകുന്ന ഒരു കുറിയാണ് കേട്ടോ. ഓക്കെ, മര്യാദയ്ക്ക് എങ്ങനെ സിംഗിൾ കോട്ട് ഇട്ടിട്ട് ഇത് നമുക്ക് ലാംഗ്വേജ് ഇവിടെ കാണത്തില്ല. സോ മര്യാദയ്ക്ക് പോകുന്ന ആ ഒരു കുറിയാണ്. സോ നമ്മൾ എന്ത് ചെയ്തു, ഇവിടെ ഇങ്ങനെ ഒരു കോട്ടിട്ട് കൊടുത്തു. സോ ഡാറ്റാബേസിന് എന്തായി, ഡാറ്റാബേസിന് എന്താ തോന്നുന്നത് ഞാൻ പറഞ്ഞത്, ഇപ്പുറത്തും ഒരു കുറിയുണ്ട്, ഇപ്പുറത്തും ഒരു കുറിയുണ്ട്. അപ്പൊ ഈ തേർഡ് കോട്ട് ആവശ്യമാണോ നമുക്ക്? ഗായ്സ് നിങ്ങൾ തന്നെ പറയൂ, ഈ തേർഡ് കോട്ടിട്ട് എന്താണ്? ഒന്നില്ലെങ്കിൽ നമ്മൾ ഇത് കംപ്ലീറ്റ് ആക്കണം. ഓക്കെ, അല്ലെങ്കിൽ എന്ത് ചെയ്യാം, അല്ലെങ്കിൽ 3 ഇടാം. ഇതാണ് അതിന്റെ ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരു ഇതെന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ ഇടയിൽ കൂടെ നമ്മൾ ഈ കോട്ടിടുമ്പോൾ എന്താവും, സെർവറിന് മനസ്സിലാവില്ല ഗായ്സ്. അപ്പൊ സെർവർ എന്താകും, സെർവർ എറാക്കിട്ട് എന്ത് ചെയ്യും, പറയും. അത്രേ ഉള്ളൂ. അപ്പൊ എറായിട്ട് കാണിച്ചു തരാണ്. അപ്പോഴാണ് നമ്മൾ ഡാറ്റാബേസിൽ എന്തായാലും SQL ഇഞ്ചക്ഷന് വൾനറബിലിറ്റിക്ക് സാധ്യതയുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കുന്നതും. സോ എന്താണ്, എന്നിട്ട് എന്താ, ആ ഒരു SQL ഇഞ്ചക്ഷൻ അറ്റാക്ക് നമ്മൾ ചെയ്യും. സോ ഇവിടെ നമ്മൾ ലോഗിൻ ബൈപ്പാസ്, നമ്മൾ സിംഗിൾ കോട്ട് ഇട്ടപ്പോൾ എന്ത് കണ്ടു ഗായ്സ്, ഇന്റേണൽ സെർവർ എന്ന് കണ്ടു. സോ അതിന്റെ മീനിങ് എന്താന്ന് വെച്ചാൽ, ഇതിന് പോസിബിലിറ്റി ഉണ്ട്, അതായത് SQL ഇഞ്ചക്ഷൻ വൾനറബിലിറ്റിക്ക് പോസിബിലിറ്റി ഉണ്ട് നമുക്ക് മനസ്സിലായി. പിന്നെ വന്നിട്ട് സിൻടാക്സ് എറർ എന്ന് വരും കേട്ടോ. ഓക്കെ, ഇന്റേണൽ സെർവർ എറർ എന്ന് വരും, സിൻടാക്സ് എറർ എന്ന് വരും. ബാക്കി ലാബ്സ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും ഗായ്സ്. ഓക്കെ, ഇത് ബർപ്പില്ലാത്തൊരു ലാബാണ്. സോ ഞാൻ അതുകൊണ്ടായിട്ട്. പിന്നെ നമ്മളിവിടെ ഒരു 2 ഡാഷ് കൊടുക്കണം. സോ നമ്മൾ വിചാരിക്കണം, എന്താണ് ഈ ഡാഷ്, ഒരു സിംഗിൾ കോട്ട് ഇട്ടു. സിംഗിൾ കോട്ട് എന്താണെന്ന് മനസ്സിലായില്ലേ, ഇവിടെ കാരണം ഇവിടെ ഓൾറെഡി ഉണ്ട് കേട്ടോ, ഓൾറെഡി ഈ ഒരു സിംഗിൾ കോട്ട് ഉണ്ട് ഗായ്സ്. പക്ഷെ അത് കാണിക്കുന്നില്ല, കാരണം നമുക്ക് SQL query നമുക്ക് കാണുന്നില്ലല്ലോ. കുറി നമുക്ക് കാണില്ല, മനസ്സിലായോ? കുറി നമുക്ക് ഒരിക്കലും കാണില്ല. അതൊരു ലാംഗ്വേജ് ആണ് SQL എന്ന് പറഞ്ഞാൽ, ആ ഒരു ലാംഗ്വേജ് നമുക്ക് കാണുന്നില്ല. സോ ഓക്കെ, നിങ്ങൾ SQL ലാംഗ്വേജ് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് തോന്നും ഗായ്സ്. ജസ്റ്റ് ബേസിക് മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി. ജസ്റ്റ് ഒന്ന് ഒരു 1 ഡേ തന്നെ നിങ്ങൾക്ക് മതി. ChatGPT അടിച്ചു നോക്കുക, എന്താണ് പെൻ ടെസ്റ്റേഴ്സിന് ആവശ്യമുള്ള ഒരു SQL query, കുറച്ച് SQL query വേണമെന്ന് പറഞ്ഞാൽ തന്നെ ChatGPT എല്ലാം പറഞ്ഞു തരും. അത് 1 ഡേ മതി ഗായ്സ്. ഇതൊന്നും എത്ര വലിയ പ്രശ്നമേ അല്ല. പിന്നെ നമുക്ക് SQL ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ട യാതൊരു ആവശ്യമില്ല. കാരണം നമ്മൾ ഇതാണ് ഇപ്പൊ ഒരു ബേസിക് അറിയുന്നത് നല്ലതാ ഗായ്സ്. ഇപ്പൊ നിങ്ങൾക്ക് അറിയില്ല എങ്ങനെയാണ് ആ ഒരു കുറി പോകുന്നതെന്ന് അറിയത്തില്ലല്ലോ. സോ അറിയാൻ വേണ്ടി പഠിക്കുന്നത് നല്ലതാ. സോ ഈ ഒരു കോട്ട് ഇട്ടു, പിന്നെ ഡബിൾ ഡാഷ് ഇട്ടു. സോ ഗായ്സ് നമ്മളിവിടെ ഒരു മിനിറ്റ്, കോട്ട് ഇട്ടു, എറർ ഉണ്ട് നമുക്കറിയാം. പിന്നെ നമുക്ക് അഡ്മിനിസ്ട്രേറ്റർ, നമ്മളൊരു ലോഗിൻ ഫോം ചെയ്യുമ്പോൾ നമുക്ക് അതിന്റെ പാസ്വേഡ് ആവശ്യമാണ് അല്ലേ. സോ പാസ്വേഡ് നമുക്ക് അറിയത്തില്ല. സോ പാസ്വേഡ് അറിയാത്തതുകൊണ്ട് നമ്മൾ റാൻഡം ആയിട്ട് നമ്മൾ ടൈപ്പ് ചെയ്തു. നോക്കിക്കോ, റാൻഡം ആയിട്ട് നമ്മൾ ടൈപ്പ് ചെയ്തു. സോ നമുക്ക് ലോഗിൻ ചെയ്ത് നോക്കാം കേട്ടോ. ലോഗിൻ ആവേണ്ട നോക്കാം ഗായ്സ്, നമുക്ക് നോക്കാം. ഇല്ല, ലോഗിൻ ആവുന്നില്ല, ഇന്റേണൽ സെർവർ എറർ തന്നെയാണ് വരുന്നത്. സോ നമുക്ക് പാസ്വേഡ് അറിയില്ല ഗായ്സ്. അപ്പൊ നമ്മൾ എന്താണ് SQL ഇഞ്ചക്ഷൻ വെച്ചിട്ട് എങ്ങനെയാണ് മാനിപ്പുലേറ്റ് ചെയ്യുന്നത് നമുക്ക് നോക്കാം ഗായ്സ്. സോ അഡ്മിനിസ്ട്രേറ്റർ സ്ട്രേറ്റർ. ഓക്കെ, സോ സിംഗിൾ കോട്ട് ഇട്ടോ, ഒരു ഡാഷ് കൊടുത്തു, എന്നിട്ട് റാൻഡായിട്ട് നമ്മൾ പാസ്വേഡ് കൊടുത്തു. എന്തിനാണ് ഇതെന്ന് വെച്ചാൽ ഇതിന് പറയുന്ന പേരാണ് കമന്റ് എന്ന് പറയുന്നത്. എന്താണ് കമന്റ്? സോ ഒരു 2 ഡാഷ് ഇട്ടു. കമന്റ് എന്ന് വെച്ചാൽ ഗായ്സ് കോഡിങ്ങിൽ യൂസ് ചെയ്യുന്നതാണ് കമന്റ്. എന്തിനാണ് കോഡിങ്ങിൽ യൂസ് ചെയ്യുന്നത് വെച്ചാൽ, ഇപ്പോ ഇപ്പൊ ഞാൻ ഞാനൊരു ഡെവലപ്പർ ആയിട്ട് വർക്ക് ചെയ്യാണ്. സോ ഞാൻ എഴുതിയ കോഡ് എനിക്ക് മാത്രമേ, ഓരോരുത്തരുടെ കോഡിങ്ങും നല്ല ഡിഫറെന്റ് ഉണ്ട് ഗൈസ്. കാരണം നമുക്ക് വേണമെങ്കിൽ എല്ലാം ചിലപ്പോൾ ബ്രീഫായിട്ട് എഴുതാം, കാരണം ടൈമൊക്കെ നമുക്ക് ലാഭിക്കാമല്ലോ. സോ അതൊക്കെ കൊണ്ട് നമ്മൾ അങ്ങനെ എഴുതുന്നത് മാത്രം, കോഡിങ് അങ്ങനെ എഴുതും. പക്ഷേ ഇപ്പൊ ഗായ്സ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഇമേജിൻ ചെയ്യും. സോ ഞാനൊന്ന് ഡെഡ് ആയെന്ന് വിചാരിക്കും ഗായ്സ്. ഓക്കെ, ജസ്റ്റ് ഒന്ന് ഇമേജിൻ ചെയ്യും. സോ പുതിയതായിട്ട് വന്നൊരു ഡെവലപ്പർ,
ഓക്കെ. ഇല്ലെങ്കിൽ ഞാൻ ട്രാൻസ്ഫർ ആയി പോയി എന്തെങ്കിലും വിചാരിച്ചാൽ മതി. ഓക്കെ, സോറി. അപ്പോൾ എന്തായി, സോ പുതുതായിട്ട് വരുന്ന ഡെവലപ്പറിന് ഞാൻ എഴുതി വെച്ച കോഡ് കണ്ടാൽ മനസ്സിലാവുന്നില്ല. അപ്പൊ അവര് ചിന്തിക്കും എന്താ ഈ കുട്ടി എഴുതി വെച്ചിരിക്കുന്നത്, ഇവളെന്താ ഇങ്ങനെ ബ്രീഫായിട്ട് എഴുതി വെച്ചിരിക്കുന്നത്, എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. സോ ആ ഒരു അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ, എന്ന് വെച്ചാൽ പുതിയൊരു ഡെവലപ്പറിന് മനസ്സിലാവാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്യുന്നു, ഈ കമന്റ് ഇട്ടിട്ട് ഞാൻ ദിസ് ഇസ് മൈ കോഡ്, അല്ലെങ്കിൽ എന്തെങ്കിലും ആ ഒരു കോഡിന്റെ മീനിങ്, ഞാൻ എഴുതി വെച്ച കോഡിന്റെ മീനിങ് ഞാൻ എഴുതി വെക്കണം. സോ അത് വന്നിട്ട് എക്സിക്യൂട്ട് ആവില്ല. എക്സിക്യൂട്ട് ആവില്ല എന്ന് വെച്ചാൽ റൺ ആവില്ല. കോഡ് റൺ ആവണ്ടേ. സോ അത് റൺ ആവില്ല. നമ്മൾ കമന്റ് എടുത്ത് എന്ത് എഴുതിയാലും, കാരണം നമുക്കൊരിക്കലും നമ്മളെ എന്താണ് കോഡിന്റെ എക്സ്പ്ലനേഷൻ നമുക്കൊരിക്കലും റൺ ആവേണ്ട ആവശ്യമില്ല. നമുക്ക് എന്തിനാ എക്സ്പ്ലനേഷൻ, അത് നമുക്ക് മനസ്സിലാവാൻ വേണ്ടി എഴുതുന്നതാണ്. സോ അത് ഒരിക്കലും എക്സിക്യൂട്ട് ആവാൻ പാടില്ല ഗായ്സ്. സോ അത് എക്സിക്യൂട്ട് ഒന്നും ആവത്തില്ല. സോ കമന്റ് എടുത്ത് എന്ത് എഴുതിയാലും എന്താണ്, അത് ഒരിക്കലും എക്സിക്യൂട്ട് ആവില്ല. സോ നമ്മൾ ഇവിടെ എന്താണ് ലോജിക് എന്ന് ഞാൻ പറഞ്ഞുതരാം ഗായ്സ്. സോറി, ഓക്കെ, ലാഗ് അടിപ്പിക്കുന്നുണ്ട്. സോ എനിക്ക് ഭയങ്കര ചുമയാണ് ഗൈസ്, സോറി. അപ്പോൾ അഡ്മിനിസ്ട്രേറ്റർ, അപ്പോൾ സെർവർ നമ്മൾ നോക്കണം. നമ്മളിപ്പോൾ ഇതാണ് ലോഗിൻ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ സെർവർ നോക്കുന്നത് എന്താണ്, ഫസ്റ്റ് നോക്കും അഡ്മിനിസ്ട്രേറ്റർ എന്നിങ്ങനെ റീഡ് ചെയ്യും. അപ്പോൾ അഡ്മിനിസ്ട്രേറ്റർ, അപ്പോൾ സെർവറിന് മനസ്സിലാവും, അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറയുന്ന സെർവർ ലോഗിനിൽ രണ്ട് കാര്യങ്ങളെ നോക്കുള്ളൂ. യൂസർ നെയിമും നോക്കും, പാസ്വേഡ് നോക്കും. ഓക്കെ, യൂസർ നെയിമും പാസ്വേഡ് നോക്കും. സോ ഞാൻ പറഞ്ഞു വന്നത് ഇതുപോലത്തെ ഒരു വേറെ ലാബാണ്. സോ ഇതിൽ എന്താ അത് വേറെ ലാബ് നമ്മൾ പഠിക്കുമ്പോൾ അത് ഞാൻ പറയണം. ഇതും ഏകദേശം അതുപോലെ തന്നെയാണ്. പക്ഷെ ഇതിൽ കമന്റ് ഇട്ടിട്ടും അതിൽ വന്നിട്ട് ഓർ വന്നിട്ട് പിന്നെ 1 = 1, അത് ട്രൂ കണ്ടീഷൻ വരുന്ന ഒരു ലാബാണ് കേട്ടോ. സോ ഇതിലെന്താണെന്ന് വെച്ചാൽ സെർവർ നോക്കും അഡ്മിനിസ്ട്രേറ്റർ. അപ്പോൾ ഫസ്റ്റ് നമ്മൾ വായിക്കും, അഡ്മിനിസ്ട്രേറ്റർ വായിക്കും. സോ അഡ്മിനിസ്ട്രേറ്റർ എന്ന് വായിക്കുമ്പോൾ എന്താവും, സെർവറിന് മനസ്സിലാവും, ഇങ്ങനത്തെ ഒരു യൂസർ ഉണ്ടല്ലോ എൻ്റെ ഡാറ്റാബേസിൽ ഉണ്ടല്ലോ എന്ന് വിചാരിക്കും. ദെൻ എന്താ വെച്ചാൽ നമ്മൾ ഒരു സിംഗിൾ കോട്ട് ഇടും. ഓക്കെ, സ്കൂളിൽ എററുണ്ടല്ലോ, എറർ ആക്കി വിടുകയാണ് ഗൈസ്, മനസ്സിലാവും. പിന്നെ വന്നിട്ട് പിന്നെ പിന്നെ കമന്റ് ഇടാണ് ഗൈസ്. സോ കമന്റ് ഇടാണ്. സോ ഇവിടെ കമന്റ് ഇട്ടാൽ നമ്മൾ പാസ്വേഡ് ഗൈസ്, നമ്മൾ ലോജിക്ക് ചിന്തിക്കണം. നമുക്ക് പാസ്വേഡ് അറിയത്തില്ല. സോ റാൻഡം ആയിട്ടാണ് നമ്മൾ പാസ്വേഡ് ടൈപ്പ് ചെയ്തിരിക്കുന്നത്. സോ ഇവിടെ വന്നിട്ട് നമ്മൾ കമന്റ് ഇടാണ്. സോ ഇവിടെ കമന്റ് ഇടുന്നത് കൊണ്ട് എന്താണ്, സെർവർ എന്ത് വിചാരിക്കും, അഡ്മിനിസ്ട്രേറ്റർ ഇവിടെ കമന്റ് ഇട്ടു. അപ്പൊ ഈ കമന്റ് ഇട്ടു വെച്ചാൽ എന്താണ് മീനിങ്, ഇനി ഈ കമന്റ് ഇട്ടിട്ട് എന്താണോ എഴുതിയിരിക്കുന്നത്, ബാക്കി എന്താണ് ഈ അഡ്മിനിസ്ട്രേറ്റർ കമന്റ് എന്താണോ ബാക്കി എഴുതിയിരിക്കുന്നത്, ഇതൊന്നും സെർവർ എന്താണ് വാലിഡേറ്റ് ചെയ്യല്ല. സോ ഇവിടെ നമുക്ക് പാസ്വേഡ് പോലും അറിയത്തില്ല ഗൈസ്. അപ്പൊ റാൻഡായിട്ട് നമ്മൾ ടൈപ്പ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. സോ എന്താണ്, അപ്പൊ നമ്മൾ കമന്റിന് ശേഷമുള്ളത് എന്താണോ അതൊന്നും എക്സിക്യൂട്ട് ആവില്ല. അതാണ് മീനിങ്. ഓക്കെ, അപ്പോൾ കമന്റിന് ശേഷമുള്ളതല്ലേ പാസ്വേഡ്. സോ നമുക്ക് ജസ്റ്റ് ലോഗിൻ ചെയ്ത് നോക്കാം ഗായ്സ്. നമുക്ക് നോക്കാം ലോഗിൻ ആവേണ്ടത് നോക്കാം വെയിറ്റ് ആകും ഗായ്സ്. നോക്കൂ, യൂസർ നെയിം ഈസ് അഡ്മിനിസ്ട്രേറ്റർ മൈ അക്കൗണ്ട് ഗായ്സ്. അടിപൊളിയല്ലേ. സോ നമുക്ക് മെയിൽ അപ്ഡേറ്റ് ചെയ്യുകയാണെങ്കിൽ മെയിൽ അപ്ഡേറ്റ് ചെയ്യാം. കണ്ടോ ഗായ്സ്, ഇപ്പൊ നമുക്ക് ഒരു അഡ്മിൻ്റെ ആക്സസ് കിട്ടിയില്ലേ. സോ അഡ്മിൻ്റെ അക്കൗണ്ട് നമുക്ക് കിട്ടിയില്ലേ. സോ ഇതാണ് SQL ഇൻജെക്ഷൻ vulnerability. ഓക്കെ, ഒരുപാട് ലാഗ് അടിച്ചെന്ന് എനിക്കറിയാം. ഫസ്റ്റ് ലോഗ് ആയതുകൊണ്ടാണ് ഗാസ്. പിന്നെ രാത്രിയാണ്, സമയം നോക്കി ഗാസ്, ഒരുപാട് ടൈം എടുത്തു. സോ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ, ഞാൻ ക്ലാസ് എടുക്കുന്നതിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, പോസിറ്റീവ് ആണെങ്കിൽ നെഗറ്റീവ് ആണെങ്കിൽ നിങ്ങൾ പറയാതിരിക്കരുത്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, എന്നാലും എല്ലാവർക്കും നോളേജ് കിട്ടണം, അത്രയും ഞാനും ഉദ്ദേശിക്കുന്നുള്ളൂ. കാരണം ഇപ്പൊ എനിക്കാണെങ്കിൽ തന്നെ പോർച്ചുഗൽ ലാബ്സ് പറഞ്ഞുതരാൻ ആരുമില്ല. സോ എല്ലാവരെയും ഹെൽപ്പ് ആക്കണം. എനിക്ക് കിട്ടിയ വിധിയൊന്നും ആർക്കും കിട്ടാൻ പാടില്ല, അത്രയൊക്കെ ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ ഈ ഒരു യൂട്യൂബ് ചാനലിൽ കൊണ്ട്. സോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇത് ഞാൻ പോസ്റ്റ് ആക്കാൻ പോണേ ഗായ്സ്, എൻ്റെ ഈ ഒരു വീഡിയോ. സോ നിങ്ങൾ കണ്ടാൽ മതി, നിങ്ങൾക്ക് മനസ്സിലായാൽ മതി. വേറെ ഒന്നും ഞാനിപ്പോൾ സബ്സ്ക്രൈബ് വേണം, അല്ലെങ്കിൽ കമന്റ് വേണം, ലൈക്ക് വേണം, അങ്ങനെ ഒന്നും ഞാൻ പറയത്തില്ല. വീഡിയോ കണ്ട് നിങ്ങൾക്ക് മനസ്സിലായാൽ മതി, അത്രയും ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. നോളേജ് ഷെയറിങ്, അത്രയേ ഉള്ളൂ ഗായ്സ്. അപ്പം ഞാനിത് ക്ലോസ് ചെയ്യാണ്. ഓക്കെ, എനിവേ താങ്ക് യു.